എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്ര പ്രകോപിതരാവേണ്ട കാര്യം എന്താ? എനിക്ക് വേറെ പണിയുണ്ട് സമയം. പ്രകോപിതരാവേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അനാവശ്യ ചോദ്യം ചോദിച്ചോണ്ട്. അനാവശ്യ ചോദ്യമാണോ? പറഞ്ഞാൽ മനസ്സിലാവോ? അല്ല, അനാവശ്യ മലയാളം പറഞ്ഞാൽ മനസ്സിലാവോ? അനാവശ്യ ചോദ്യമാണോ? തീർത്തും അനാവശ്യ ചോദ്യം. ബന്ധപ്പെട്ട എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചല്ലോ. നിങ്ങൾക്കറിയാവോ, നയാ പൈസയുടെ അഴിമതിയില്ലാത്ത, തിരിമറിയില്ലാത്ത, വ്യത്യാസമില്ലാത്ത ഒരു കണക്ക് ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അതിന്റെ ചുറ്റും നടക്കുന്ന സ്വാഭാവിക ചോദ്യം ന്യായമായിട്ട്, യുക്തിഭദ്രമായിട്ട്, സത്യസന്ധമായിട്ട് ചോദ്യം ചോദിക്കണം. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ മീഡിയ. അതിൽ കൂടുതൽ പണം വന്നിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. പുറത്തുവിട്ട കണക്കുകൾ മാത്രമല്ല എന്നൊക്കെയാണ് ആരോപണങ്ങൾ. അത് മുഖ്യമന്ത്രി പറഞ്ഞ ഭാഷ ഞാൻ പറയുന്നില്ല. വയനാട് ഫണ്ടിന്റെ കണക്കിനെ കുറിച്ച് ചോദ്യം ചോദിച്ച മനോരമ ലേഖകനോട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം എന്തിനാണ് തട്ടിക്കയറിയത്? ലേഖകന്റെ ചോദ്യത്തിൽ അദ്ദേഹം എന്തിനാണ് പ്രകോപിതനായത്? ഒരു ശവം തൂക്കിയുടെ ചേഷ്ടയിലും ശൈലിയിലുമാണ് സണ്ണി വക്കീൽ മനോരമ ലേഖകനോട് തട്ടിക്കയറുന്നത്. അതിന് കാരണമുണ്ട്. സണ്ണി വക്കീൽ അവതരിപ്പിച്ച ആ കണക്കിൽ ഒരു പ്രശ്നമുണ്ട്. വയനാട് സ്ഥലം വാങ്ങാൻ KPCC തനത് ഫണ്ടിൽ നിന്ന് ഒരു 97 ലക്ഷം രൂപ അനുവദിച്ചുവെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. ഇതാ കാണാം. കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. പിരിച്ച പണം തികയാതെ വന്നപ്പോൾ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ അങ്ങനെ തികയാതെ വരില്ലല്ലോ സണ്ണി വക്കീലെ. പത്രസമ്മേളനത്തിൽ KPCC പ്രസിഡന്റ് അവതരിപ്പിച്ച കണക്ക് പ്രകാരം ആപ്പ് വഴി കോൺഗ്രസ് പിരിച്ച തുക 5,38,21,632. അക്കൗണ്ടിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട്, മലയാളികളോട് പറയുന്നു, ആകെ ഇതുവരെ ലഭിച്ചത് 5,38,21,632 രൂപയാണ്. ആ അക്കൗണ്ടിൽ ആകെ ലഭിച്ചത് 5,38,21,632 കോടി രൂപയാണ്. യൂത്ത് കോൺഗ്രസ് KPCC ഏൽപ്പിച്ചത് 1,05,00,000. അല്ല, യൂത്ത് കോൺഗ്രസ് പുറമെയാണ്. അക്കൗണ്ട് വഴി കിട്ടിയതാണ് 5,38. അതിന്റെ കൂടെയാണ് യൂത്ത് കോൺഗ്രസ് 1,05,00,000. അപ്പൊ ആകെ എത്രയായി? 6,43,21,632. കണക്ക് ശരിയല്ലേ സണ്ണി വക്കീലെ? ഇനി അദ്ദേഹം അവതരിപ്പിച്ച ചെലവ് നോക്കൂ. 3 ഏക്കർ 24.5 സെന്റ് ഭൂമി KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്റെ പേരിൽ 3,68,36,382 രൂപ മുടക്കി 3 ഏക്കർ 24.5 സെന്റ് സ്ഥലം 3,68,36,380. 3 ഏക്കർ 24.5 സെന്റ് സ്ഥലം വാങ്ങാൻ രജിസ്ട്രേഷൻ, സർവേ ചെലവടക്കം 3,68,36,382 രൂപ. അടുത്ത ചെലവ് കെ സുധാകരൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ ഫണ്ട് കളക്ഷന് വേണ്ടി ആപ്പ് നിർമ്മിക്കുന്നതിനും മറ്റുമായിട്ട് 9,30,000 രൂപ ചെലവാക്കി. 9,30,000. ഫണ്ട് കളക്ഷൻ ആപ്പ് നിർമ്മിക്കാൻ 9,30,000 രൂപ. ഇനി അടുത്ത ചെലവ്. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് 2 ഏക്കർ 18 സെന്റ് ഭൂമിയാണ്. അതിന് 2,50,30,272 രൂപ കൊടുത്തു. 2 ഏക്കർ 18 സെന്റ് എടുക്കുന്നതിന് 2,50,30,272 രൂപ കൊടുത്തു. 2 ഏക്കർ 18 സെന്റ് ഭൂമി വാങ്ങാൻ 2,50,30,272 രൂപ. ഈ 3 ചെലവുകളെ സണ്ണി വക്കീൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഈ 3നും കൂടി ആകെ ചെലവ് 6,27,96,654 രൂപ. കോൺഗ്രസ് ആപ്പ് വഴി പിരിച്ചതും യൂത്ത് കോൺഗ്രസ് ഏൽപ്പിച്ച 1,05,00,000 ഉൾപ്പെടെ കയ്യിലുള്ളത് 6,43,21,632 രൂപ. അപ്പോ പണം എങ്ങനെ തികയാതെ വരും സണ്ണി വക്കീലെ? ഈ പറഞ്ഞ 3 ചെലവും കഴിച്ചാൽ 15,24,978 രൂപ ബാലൻസ് അല്ലേ വരുന്നത്? പിന്നെന്തിന് KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97 ലക്ഷം രൂപ നൽകി? കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. പിരിച്ച പണം തികയാതെ വന്നപ്പോൾ എന്ന് കള്ളം പറഞ്ഞത് എന്തിന്? പിരിച്ച പണം തികയാതെ വന്നു എന്ന സണ്ണി വക്കീലിന്റെ വാദം പൊളിയുകയല്ലേ താങ്കൾ അവതരിപ്പിച്ച കണക്ക് തന്നെ പരിശോധിക്കുമ്പോൾ? പിരിച്ച തുകയിലെ ബാലൻസും KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് കൊടുത്ത 97 ലക്ഷവും ചേരുമ്പോൾ 1,12,76,190 രൂപയാണ്. ആ പണം എന്തിനാണ് ചെലവാക്കിയത്? രണ്ടാമത് വാങ്ങിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷനും മറ്റാവശ്യങ്ങൾക്കും ഇനി ഒരു 73 ലക്ഷം രൂപ കൂടി വേണമെന്ന് സണ്ണി വക്കീൽ പറയുന്നു. ഇനിയും ഭൂമി വാങ്ങുന്നതിന് 73,90,985 രൂപ കൂടി ഈ ഭൂമിയുടെ രജിസ്ട്രേഷനും അതിൻ്റെ സർവേ ഉൾപ്പെടെയുള്ള TDS, കോണ്ടൂർ സർവേ, മുദ്രപത്രം, രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കെല്ലാം കൂടിയായിട്ട് 73,90,985 കോടി രൂപ കൂടി ആവശ്യമുണ്ട്. ഈ കണക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല പ്രസിഡന്റ്. ഒന്നുകൂടി വ്യക്തമായി ചോദിക്കാം, 2 പ്ലോട്ടുകളല്ലേ KPCC വാങ്ങിയത്? യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പിരിച്ച തുകയിൽ അതിനുള്ള പണമുണ്ടല്ലോ.
ആപ്പിന് കൊടുത്ത 9,30,000 കൂടി ചേർത്താലും പിന്നെയും 15 ലക്ഷം ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് തുക കയ്യിലിരിക്കുമ്പോഴാണ് KPCC 97 ലക്ഷം തനത് ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. രണ്ടും ചേരുമ്പോൾ 1,12,76,190 രൂപ. സ്വാഭാവികമായും ആ തുക കൊണ്ട് രജിസ്ട്രേഷനും മറ്റാവശ്യങ്ങളും നടക്കേണ്ടതാണ്. പക്ഷെ സണ്ണി വക്കീൽ പറയുന്നത് രണ്ടാമത് വാങ്ങിയ പ്ലോട്ടിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ഇനിയൊരു 73 ലക്ഷം കൂടി വേണമെന്നാണ്. മനോരമ ലേഖകന്റെ ചോദ്യത്തോട് സണ്ണി വക്കീൽ തട്ടിക്കയറുന്ന ദൃശ്യം നമുക്കൊരിക്കൽ കൂടി കാണാം. ഈ വയനാടുമായി ബന്ധപ്പെട്ട ഫണ്ട് ഫണ്ട് കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ടോ? വാട്ട് യു മീൻ? അതിന്റെ ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളുണ്ട്. എന്താ പറഞ്ഞത്? ക്രമക്കേടൻ ഒന്ന് പറഞ്ഞേ, ക്രമക്കേടൊന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. അല്ല, അതിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപിക്കപ്പെട്ടത്. ഒന്ന് പറഞ്ഞേ, ആരോപിച്ച എന്താന്നൊന്ന് പറഞ്ഞേ. അല്ല, അത് കൃത്യമായി പറഞ്ഞേ. അല്ല, അതിൽ എന്താന്നൊന്ന് പറഞ്ഞേ. അല്ല, ഞാൻ പറയാം എന്താന്നൊന്ന് പറഞ്ഞേ. എന്ത് ക്രമക്കേടെന്നാണ് അദ്ദേഹം രോഷാകുലനായി ചോദിക്കുന്നത്? ഇതാണ് ആ ക്രമക്കേട്. 1,12,76,190 രൂപയുടെ കണക്ക് സണ്ണി വക്കീൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. പിരിച്ച പണം സ്ഥലം വാങ്ങാൻ തികയാതെ വന്നപ്പോൾ KPCC 97 ലക്ഷം തനത് ഫണ്ടിൽ നിന്ന് അനുവദിച്ചു എന്ന് സണ്ണി വക്കീൽ പറഞ്ഞത് ശുദ്ധ നുണയാണ്. സ്ഥലവും ആപ്പും വാങ്ങിയിട്ടും പിരിച്ച പണത്തിൽ മിച്ചമുണ്ട് 15 ലക്ഷത്തിലധികം രൂപ. ഇനി പിരിച്ച പണം സ്ഥലം വാങ്ങാൻ തികഞ്ഞില്ലെന്ന് സണ്ണി വക്കീൽ സത്യസന്ധമായി തന്നെ പറഞ്ഞതാണെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. യൂത്ത് കോൺഗ്രസ് 1,05,00,000 രൂപ KPCCയെ ഏൽപ്പിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് അത്രയും പണം KPCCയെ ഏൽപ്പിച്ചെങ്കിൽ പിന്നെ സ്ഥലം വാങ്ങാൻ 97 ലക്ഷം KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് ചെലവാക്കേണ്ടി വരില്ല. കണക്കറിയുന്ന ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണത്. രണ്ടാമത് വാങ്ങിയ പ്ലോട്ടിന്റെ രജിസ്ട്രേഷന് വീണ്ടും ഒരു 73 ലക്ഷം ആവശ്യമായി വരികയുമില്ല. മനോരമ ലേഖകനോട് ഒരു ശവം തൂക്കിയ പോലെ തട്ടിക്കയറിയ സണ്ണി വക്കീലിന്റെ ശരീരഭാഷയും ശൈലിയും ഈ ക്രമക്കേട് പിടിക്കപ്പെടുമോ എന്ന ഭീതിയിൽ നിന്നുണ്ടായതാണ്. ഒരു തുണ്ട് കടലാസിൽ എഴുതിക്കൊണ്ടുവന്ന് സണ്ണി വക്കീൽ നടത്തിയ വയനാട് ഫണ്ടിന്റെ കണക്കവതരണം 2 കാര്യങ്ങൾ മലയാളിയെ ബോധ്യപ്പെടുത്തി. ഒന്ന്, യഥാർത്ഥത്തിൽ എത്ര രൂപ പിരിച്ചു എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറല്ല. 2, യൂത്ത് കോൺഗ്രസ് 1,05,00,000 KPCCയെ ഏൽപ്പിച്ചിട്ടുമില്ല. രാജു പി നായരുടെ വെല്ലുവിളിയിൽ തുടങ്ങി സണ്ണി വക്കീലിന്റെ കണക്കവതരണവും മനോരമ ലേഖകനോടുള്ള തട്ടിക്കയറലും കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ കോൺഗ്രസ് ഉടുതുണി നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. ഇതിനിടയിലാണ് നിലപാടുകളുടെ രാജകുമാരൻ VD സതീശന്റെ ഈ ഗീർവാണം. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അല്ലല്ലല്ല, അത് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കി. അവിടെ പണി തുടങ്ങി, കഴിഞ്ഞ ദിവസം തുടങ്ങി. 5 നയാ പൈസ കയ്യിലില്ലാതെ 10 ദിവസത്തിനകം വീട് നിർമ്മാണം ആരംഭിക്കുമെന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ ഗീർവാണമടിക്കാൻ ഭൂമി മലയാളത്തിൽ VD സതീശനേയുള്ളൂ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ട് ഇദ്ദേഹം വനവാസത്തിനെങ്ങാനും പോകേണ്ടി വന്നാൽ സകല കാട്ടുമൃഗങ്ങളും നാട്ടിലിറങ്ങുമെന്ന് 3 തരം. അതോടെ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇന്നുള്ളതിന്റെ 10 മടങ്ങാകും. അതുകൊണ്ട് വനവാസത്തിന് പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ നാട്ടിൽ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള ഏതെങ്കിലും മിയാവാക്കി വനം തിരഞ്ഞെടുക്കണമെന്ന് VD സതീശനോട് ന്യൂസ് ബുള്ളറ്റ് കേരള അഭ്യർത്ഥിക്കുന്നു.